ആ അടുത്ത റൗണ്ട് കേറാറായി. സുരിയെ വിളിക്കണ്ടേ? വേണോട്ടെ, തെങ്ങിക്കറുത്ത് മെഷീൻ വല്ല റണ്ണ് കിട്ടുമെന്ന് നോട്ടെ. ഇനി ഇതിന്റെ പേരിൽ ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കാൻ നിൽക്കണ്ട. നമുക്കന്നെ ആ കേസ് വിട്ടേക്ക്. അച്ഛന്റെ സപ്തതി ഇങ്ങ് അടുക്കാറായി. നാട്ടുകാരെയൊക്കെ വിളിക്കണ്ടേ? പരിപാടി ചെറിയ രീതിയിൽ നടത്തുന്നുള്ള പറഞ്ഞ് നാട്ടുകാരൊക്കെ ഒഴിവാക്കാം. പക്ഷെ കുടുംബക്കാരെ വിളിക്കേണ്ടി വരില്ലേ? എടാ, സപ്തതി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചാ പോരെ, ഒരു പിണ്ണാക്കം വേണ്ട. തൽക്കാലം ആര് ചോദിച്ചാലും അച്ഛനൊന്ന് ഉഷാറായിട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയേക്കും. അല്ലെങ്കിൽ മനുഷ്യരോട് ഇളകിയിരിക്കുക. അതിന്റെ ഇടയിലാണ് ഇവിടെ എല്ലാവരും കൂടെ കൂട്ടി വിളിച്ച് സദ്യ കൊടുക്കല്. നല്ലൊരു വക്കീലിനെ കാണണം. ഉള്ള മുതൽ കയ്യിൽ പോകാതിരിക്കാൻ എന്ത് കളി കളിക്കുന്നത് അങ്ങേരോട് ചോദിക്കാം. എന്റെ പൊന്ന് അശോകേട്ടാ, സംഗതി വക്കീലാണ്, എത്തിക്സ് ഉണ്ടാവും എന്നൊക്കെ ശരിയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു സഭയിൽ ഇരിക്കുമ്പോഴേ നിങ്ങളിത് മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാര്യം എല്ലാവരോടും വിളമ്പിയാല് സംഭവം ആ വഴിക്കങ്ങ് പോകും. നമുക്ക് വലിയ പിടുത്തില്ലാത്തൊരു ഏരിയ ഇത്. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് വെറുതെ ടെൻഷൻ കൂട്ടാന്നല്ലാതെ ഒരു എക്സ്പേർട്ടിനെ കാണുന്ന തന്നെയാ നല്ലത്. ജയദേവൻ സാർ വിളിച്ചായിരുന്നു, കട്ടായിപ്പോയി. നിനക്കതങ്ങ് എടുക്കായിരുന്നില്ലേ? ഞാൻ എടുത്തപ്പോഴത്തേക്ക് കട്ടായിപ്പോയി. ഒന്ന് തിരിച്ചു വിളിക്കാം. മാനേജറാ, വിളിക്കാം വാ. ലതയുടെ ഉള്ള ആഭരണങ്ങൾ മുഴുവൻ പണയത്തില. ആ തിയേറ്ററിലെ ജോലി പോയത് മുതൽ ഇതുവരെ കഴിഞ്ഞു പോയതെല്ലാം അതുമല്ല. അവൻ ആ സ്കൂളിലെ ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് ഡെപ്പോസിറ്റുള്ള പൈസ കണ്ടിരിക്കുന്നത് അവൻ ലതയുടെ വീരത്തിലാണ്. ആ കാര്യം ലതയ്ക്ക് അറിയുകയും ചെയ്യാം. അതുമല്ല, ഈ വിവരം നിന്നോട് പറയാൻ അവന് നല്ല മടിയുണ്ട്. അതുകൊണ്ട് നീ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം.